ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇത് പോസ്റ്റ് ഓഫീസിലെ MIS സ്കീമാണ്. MI സ്കീം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഇത് മന്ത്ലി ഇൻകം സ്കീമാണ്. ഇത് മന്ത്ലി ഇൻകം സ്കീം ഉപയോഗിച്ച് നിങ്ങൾക്ക് FDയേക്കാൾ കൂടുതൽ വരുമാനം നേടാൻ കഴിയും. ഇത് ഒരു ലളിതമായ തന്ത്രം ഉപയോഗിച്ച് ഈ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസിന്റെ MIS പ്ലാൻ പ്ലസ് RDയിൽ എങ്ങനെയാണ് ഇതിൽ നിക്ഷേപിക്കേണ്ടത്, അതിന്റെ പലിശ നിരക്കുകൾ എന്നിവയെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു. ഇതിൽ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോ മറക്കരുത്. പോസ്റ്റ് ഓഫീസിലെ പുതിയ പലിശ നിരക്ക് പ്രഖ്യാപിച്ചാൽ ഈ സ്കീം ഇപ്പോൾ വളരെ മികച്ച വിൽപ്പന മുന്നേറുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്കീമിന്റെ ഗുണങ്ങൾ നോക്കാം. ഈ സ്കീമിൽ നിന്ന് നിങ്ങൾ പ്രതിമാസം 10,000 രൂപ വരെ വരുമാനം നേടാം. ഈ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ TDS അടയ്ക്കേണ്ടതല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 100% സുരക്ഷിതമായ ഒരു നിക്ഷേപമാണ്. കാരണം നിങ്ങൾ ഈ സ്കീമിൽ നിന്ന് നിക്ഷേപിക്കുന്ന പണം നേരിട്ട് ഗവൺമെന്റ് നിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നിങ്ങളുടെ പണത്തെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും പലിശ സഹിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഈ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസം വരുമാനം അതേപടി പോസ്റ്റ് ഓഫീസിന്റെ മറ്റൊരു പ്ലാനായ RD റിക്വയർഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയും. ഇതെല്ലാം എങ്ങനെയാണ് എളുപ്പത്തിൽ നേടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. ആദ്യം ഈ സ്കീമും MIS സ്കീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ MIS സ്കീം പോസ്റ്റ് ഓഫീസിന്റെ ഒരു 5 വർഷത്തെ സ്കീമാണ്. ഇതിൽ നിങ്ങളുടെ പണം ഒറ്റത്തവണയായി നിക്ഷേപിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാസം തോറും പലിശ ലഭിക്കും. ഇത് എല്ലാ മാസവും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. 1000 മുതൽ 2 ലക്ഷം 5 ലക്ഷം എന്നിങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള തുക നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇതിൽ നിന്ന് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരുന്ന പലിശ തുക നിങ്ങൾക്ക് ചെലവാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് വീണ്ടും നിക്ഷേപിച്ച് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ആ തുക സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് വെറുതെ യാണെങ്കിൽ നിങ്ങൾക്ക് വെറും 4% പലിശ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇത് RDയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6.7% പലിശ ലഭിക്കും. ഇനി നമുക്ക് ഇത് കണക്കുകളോട് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നും, ഇതെല്ലാം കൊള്ളാം, പക്ഷേ ഞാൻ എത്ര തുക നിക്ഷേപിക്കണം? പോസ്റ്റ് ഓഫീസിന്റെ ഈ MIS സ്കീമിൽ നിങ്ങൾക്ക് 1000 മുതൽ നിക്ഷേപം ആരംഭിക്കും. കൂടിയ തുകയായ 9 ലക്ഷം വരെ നിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് ജോയിന്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഭാര്യയോ അച്ഛനോ കുട്ടികളോ ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായി ഇത് തുറക്കാം. അങ്ങനെ ജോയിന്റ് അക്കൗണ്ടായി തുറക്കണമെങ്കിൽ പരമാവധി 15 ലക്ഷം വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. 15 ലക്ഷത്തിൽ കൂടുതൽ ഇതിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. ഈ സ്കീമിന്റെ ഗവൺമെന്റ് നൽകുന്ന വാർഷിക വരുമാനം 7.4% ആണ്. പലിശ തുക എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ പലിശ തുക മറ്റൊരു നിക്ഷേപ ഓപ്ഷൻ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയും. സമ്പന്നരായ ആരുടെ ചിന്താഗതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആ സ്രോതസ്സിൽ വരുന്ന പണം അടുത്ത സ്രോതസ്സിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് വീണ്ടും വരുമാനം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ഈ സ്കീമിൽ പരമാവധി 9 ലക്ഷം എന്ന പരമാവധി വെച്ചിട്ടുള്ളൂ. അടുത്തതായി ഈ സ്കീമിൽ ആർക്കൊക്കെ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2-3 പേർ ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായി തുറക്കാം. നിങ്ങളുടെ കുട്ടികൾക്കായി ഈ സ്കീം തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് 10 വയസ്സുണ്ടെങ്കിൽ അവരുടെ പേരിൽ തന്നെ അക്കൗണ്ട് തുറക്കാം. അവർക്ക് 10 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ പേര് രക്ഷകർത്താവായി ചേർത്ത് അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്ന തുക 5 വർഷത്തിന് നിങ്ങൾക്ക് 7.4% പലിശ നിരക്കിൽ പലിശ ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ MIS അക്കൗണ്ട് ഇടയ്ക്ക് ക്ലോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അക്കൗണ്ട് തുറന്ന് 1 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാനും അതിൽ തുക പിൻവലിക്കാനും സാധിക്കും. പക്ഷെ ഓർക്കുക, ഈ സ്കീമിന്റെ സെക്യൂരിറ്റി കാലാവധി 5 വർഷമാണ്. 1 വർഷത്തിന് ശേഷവും 5 വർഷത്തിന് മുമ്പും നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്താലും ഇതിന് ഒരു പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് പക്ഷേ തുക 5 വർഷത്തിന് പൂർത്തിയായാൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റി കാലാവധി കഴിഞ്ഞാൽ സ്വയമേ ക്ലോസ് ആകും. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആകുമ്പോൾ നിങ്ങളുടെ തുക സ്വയം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരും. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ച അക്കൗണ്ട് തുറന്ന 1 വർഷത്തിൽ കൂടുതലും 3 വർഷത്തിന് താഴെയുമുള്ള കാലാവധി ആണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ തുകയുടെ 2% പിഴയായി അടയ്ക്കേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങൾ 5 ലക്ഷം ഈ MIS നിക്ഷേപിക്കുകയും നിങ്ങളുടെ അക്കൗണ്ട് 1 മുതൽ 3 വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്യുകയോ ആണെങ്കിൽ 5 ലക്ഷത്തിന്റെ 2% ആയ 10,000 രൂപ നിങ്ങൾ പിഴയായി അടയ്ക്കേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ 3 വർഷത്തിനും ശേഷവും 5 വർഷത്തിന് മുൻപും അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ 1% പിഴയായി അടയ്ക്കേണ്ടി വരും. നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പിഴത്തുക ബാക്കിയുള്ള നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ട് സേവിങ്സിലേക്ക് വന്നുകൊള്ളും. നിങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതിനായി ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ 5 ലക്ഷം പോസ്റ്റ് ഓഫീസിന്റെ ഈ MIS സ്കീമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന തുക അതേപടി RD നിക്ഷേപിച്ചാൽ കൂടുതൽ നേട്ടങ്ങൾ നേടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്കീം മന്ത്ലി ഇൻകം സ്കീം പലിശ നിരക്ക് 7.4%. നിക്ഷേപ കാലയളവ് 5 വർഷം. ഇത് തുടർച്ചയുള്ള സ്കീം RD ഡെപ്പോസിറ്റ് പലിശ നിരക്ക് 6.7%. നിക്ഷേപ കാലയളവ് 5 വർഷം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസിന്റെ MIS സ്കീമിൽ 5 ലക്ഷം
ലക്ഷം രൂപ നിക്ഷേപിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 5 ലക്ഷത്തി ഇൻറ്റു 7.4% = 37,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്നത് 37,000 ഡിവൈഡ് ബൈ 12 = 3,080 രൂപയാണ്. അപ്പോൾ 5 വർഷം നോക്കുകയാണെങ്കിൽ 3,083 ഇൻറ്റു 60 = 1,84,980 ആണ്. അത് നിങ്ങൾക്ക് പലിശയായി മാത്രം ലഭിക്കും. ഇനി ഈ തുക എങ്ങനെ ആർ ഡി നിക്ഷേപിക്കണമെന്ന് നോക്കാം. ആർ ഡി എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കണം. അതിനാൽ നമുക്ക് MIS-ൽ നിന്നും ലഭിക്കുന്ന പ്രതിമാസ പലിശയായ 3,080 ആർ ഡി നിക്ഷേപിക്കാം. നമ്മൾ പ്രതിമാസം 3,080 ആർ ഡി നിക്ഷേപിക്കുക. 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആർ ഡി അക്കൗണ്ടിൽ മെച്ചൂരിറ്റി എത്തും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം 2,19,440. നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം തുക 2,19,141 രൂപയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വ്യത്യാസമായി കാണാൻ കഴിയും. മന്ത്ലി ഇൻകം സ്കീമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം 1,84,900 രൂപയാണ്. എന്നാൽ ഈ പലിശ തുക ആർ ഡി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം വരുമാനം 2,19,141 രൂപയായിരിക്കും. ഈ രണ്ട് ലാഭം താരതമ്യം ചെയ്തു നോക്കാം. 2,19,141 മൈനസ് 1,84,980 = 34,161 രൂപ. ഈ ലാഭം നോക്കുകയാണെങ്കിൽ MIS സ്കീമിൽ ലാഭത്തെക്കാൾ 14 അധികം ലാഭം ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ നിക്ഷേപം 7.4% പ്ലസ് 14 ചേർത്ത് ഏകദേശം 8 ലാഭം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പോസ്റ്റ് ഓഫീസിന്റെ മന്ത്ലി ഇൻകം സ്കീമും ആർ ഡിയും രണ്ടും കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ 8.8% പലിശ നേടാൻ കഴിയും. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിനായി നിങ്ങൾ പ്രതിമാസം എത്ര നിക്ഷേപിച്ചാൽ എത്ര പലിശ ലഭിക്കുമെന്ന് നോക്കാം. 1 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 617 ലഭിക്കും. 2 ലക്ഷം നിക്ഷേപിച്ചാൽ 1,233 ലഭിക്കും. 3 ലക്ഷം നിക്ഷേപിച്ചാൽ 1,850 ലഭിക്കും. 4 ലക്ഷം നിക്ഷേപിച്ചാൽ 2,460 ലഭിക്കും. 5,000 നിക്ഷേപിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3,083 ലഭിക്കും. 6 ലക്ഷം നിക്ഷേപിച്ചാൽ 3,700 ലഭിക്കും. 7 ലക്ഷം നിക്ഷേപിച്ചാൽ 4,317 ലഭിക്കും. 8 ലക്ഷം നിക്ഷേപിച്ചാൽ 4,933. 9 ലക്ഷമാണെങ്കിൽ 5,550 ലഭിക്കും. 9 ലക്ഷം നിക്ഷേപിച്ച 5,550 പലിശ തുകയായി ലഭിക്കും. ഈ പലിശ തുക എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച പ്രധാന തുകയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത് നേരിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ ആയതുകൊണ്ട് നിങ്ങളുടെ പണത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടത് ഇല്ല. നമ്മൾ വീഡിയോയുടെ അവസാനം എത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ നിക്ഷേപ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പോസ്റ്റ് ഓഫീസിന്റെ സംബന്ധമായ സ്കീമുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ഓഫീസ് എന്ന്